സ്ലീവ രണ്ടാമതൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 51 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ജീവിതത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവിൻ. കാലങ്ങളെ തിരിച്ചറിയാനും മുൻകരുതലെടുക്കുവാനും മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ മനുഷ്യന്റെ ഒരു മുന്നേറ്റമാണിത്. ഭൗതിക വിഷയങ്ങളിൽ മനുഷ്യർ പുലർത്തുന്ന ഈ നിഷ്കർഷ പക്ഷേ ആത്മീയ വിഷയത്തിൽ തീരെ അധോഗതിയിലേക്കാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിക്കുന്ന ഈ ലോകത്തിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെയും സ്മരണയോടുകൂടി ജീവിക്കാൻ ഉത്സാഹരാകുക. വഴിയിൽ വച്ച് തന്നെ പ്രതിയോഗിയോട് അനുരഞ്ജനപ്പെടുക എന്ന പ്രയോഗം നമ്മുടെ ജീവിതയാത്രയുടെ അന്ത്യത്തിനു മുമ്പ് തന്നെ പരലോക ജീവിത സൗഭാഗ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വഴിതെറ്റിയ നിലപാടുകളിൽ അനുരഞ്ജനം കൊണ്ടുവരിക എന്നാണ് അർത്ഥമാക്കുന്നത്. യേശുവിൻ്റെ കുരിശുമരണം പാപരഹിതമായ ഒരു യാത്ര നയിക്കാൻ നമ്മെ ശക്തരാക്കുന്നതിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. അതിനോട് ചേർന്ന് നമ്മുടെ ഭാഗത്തു നിന്നും ദാനധർമ്മങ്ങളും ത്യാഗപ്രവൃത്തികളും ധർമ്മജീവിതവും സർവോപരി വിശ്വാസത്തോടെയുള്ള അനുദിന ദിവ്യബലി പങ്കാളിത്തവും കൂടെ നിർവഹിക്കപ്പെടുമ്പോൾ ഈ ജീവിതയാത്ര വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. അവസാനത്തെ തുട്ടുകൊടുത്ത് തീർക്കും വരെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവാഹമാണ്.